നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതാണോ? അതോ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ, ചില പ്രത്യേക ആറ്റങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മൂലം ആ തരത്തിൽ തന്നെ പ്രവർത്തിച്ച് പോകുന്നതാണോ? നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ ചിന്തയിൽ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ, സ്വാധീനമുണ്ടോ? ഈ ചോദ്യത്തിന് അഥവാ ഫ്രീ വിൽ ഉണ്ടോ എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ചോദിക്കുന്നത്. പല രീതിയിൽ ഉത്തരം നൽകപ്പെട്ട ചോദ്യമാണ്. അതിൽ നിരീശ്വരവാദികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവർക്ക് സ്വതന്ത്രേച്ഛ, ഫ്രീ വിൽ മനുഷ്യനുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് പല വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും ആറ്റങ്ങളുടെ ചേർത്തുവെക്കൽ മാത്രമാണ്. അപ്പോൾ ആ ആറ്റങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കൂ. അത് ഭൗതിക നിയമമാണ്. അപ്പം അങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് എങ്ങനെയാണോ അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നില്ല. മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള കൺക്ലൂഷനുകളാണ്, അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ തിരഞ്ഞെടുക്കാമായിരുന്നു, ഇങ്ങനെ നോക്കാമായിരുന്നു, ഇങ്ങനത്തെ ഒരു ഓപ്ഷനെ അവിടെ പറയാൻ പറ്റില്ല. കാരണം ഫ്രീ വിൽ, സ്വതന്ത്രമായൊരു ഇച്ഛ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിരീശ്വരവാദികളുടെ പല അഭിപ്രായങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് അനലൈസ് ചെയ്യുന്നത് കേരളത്തെ പ്രമുഖനായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള സി രവീന്ദ്രൻ്റെ അതിലൊരു ഒപ്പീനിയനാണ്. അതിലേക്ക് പോകാം. അത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിയമമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, സോഷ്യൽ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യന് സ്വതന്ത്രമായ ഒരു ഇച്ഛ അല്ലെങ്കിൽ ഫ്രീ വിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. ഫ്രീ വിൽ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു നിലപാട് ഏതാണ്ട് സാം ഹാരിസ് എന്ന പുസ്തകത്തിൽ പറയുന്ന നിലപാടുമായിട്ട് തന്നെ ചേർന്ന് പോകുന്ന ഒന്നാണ്. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിതാണ്, ഫ്രീ വിൽ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു തോന്നൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഡെല്യൂഷൻ എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് ഫ്രീ വിൽ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ട്. അത് അംഗീകരിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ആണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ അണ്ടർപിന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ പിറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊരു അവലോകനം നടത്തി കഴിഞ്ഞാൽ ഫ്രീ വിൽ എന്ന് പറയുന്ന സംഗതി അവിടെയും ഇല്ലെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഗ്ലോബലിലുള്ള നിരീശ്വരവാദികളുടെ വ്യൂ ആണ്, ഫ്രീ വിൽ ഇല്ല എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് കുറേ സാധുക്കളായിട്ടുള്ള നിരീശ്വരവാദികളൊക്കെ വന്ന് പറയും ഇത് എൻ്റെ തീരുമാനമാണ്, ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സാണ്, ഫ്രീ തിങ്കർ ഫോറം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവർ നടത്താറൊക്കെ ഉണ്ട്. ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കൂ, നിങ്ങളങ്ങനെ മതത്തെ ഉപേക്ഷിക്കൂ എന്നുള്ളതാണ്. അതേ ആളുകൾ തന്നെ പറഞ്ഞു വെക്കുന്നു ഫ്രീ തിങ്കിങ് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ വില്ലില്ല എന്നുള്ളത്. സാധുക്കളായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ആളുകൾ കേൾക്കണം. ഇതാണ് നിങ്ങൾ ആചാര്യം പറയുന്നത്. ലോകത്ത് നിങ്ങളുടെ നിരീശ്വരവാദത്തിൻ്റെ 4 കുതിരക്കാരിൽ ഒരാളായിട്ടുള്ള സാം ഹാരിസിൻ്റെ വ്യൂ ആണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. സാം ഹാരിസും ഇദ്ദേഹവും അല്ലെങ്കിൽ മൊത്തത്തിൽ നിരീശ്വരവാദികൾക്ക് എത്താൻ പറ്റുന്ന മാക്സിമം പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, ഫ്രീ വില്ലില്ല, സ്വതന്ത്രേച്ഛല്ല, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നേ പറയാൻ കഴിയുള്ളതാണ്. അപ്പോൾ പ്രത്യേകമായി പറയേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹം തിരഞ്ഞെടുത്ത ഈ ഫ്രീ വില്ലില്ല എന്ന് പറയാൻ തിരഞ്ഞെടുത്തത് ഹാർഡ് ഡിറ്റർമിനിസത്തെയാണ്. ഹാർഡ് ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ അതെ സാം ഹാരിസിൻ്റെ വ്യൂ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു നിലക്കും നമുക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു മേഖലയിൽ നമ്മളുടെ ചിന്ത, നമ്മളുടെ സ്വതന്ത്രമായ ഇച്ഛ വരുന്നുണ്ട് എന്ന് പറയാനേ കഴിയില്ല. എല്ലാം നിർണിതമാണ്, നിർണയവാദമാണല്ലോ. ആ നിർണയവാദം എല്ലാം നിർണ്ണയിക്കപ്പെട്ടു. അപ്പോൾ ഒരു കല്ല് ഉരുണ്ട് മറ്റൊരു കല്ലും അടിച്ചാൽ മറ്റേ കല്ല് ഉരുളുന്ന പോലെ ആണ് ഇതെല്ലാം നടക്കുന്നത് എന്ന ഹാർഡ് ഡിറ്റർമിനിസമാണ് സാം ഹാരിസിൻ്റെ ഇദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറേ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ധാർമ്മികത പിന്നെ എന്തിനാണ് ഇത്രയും സംവാദം നടത്തിയത് എന്നുള്ളതാണ്. മോറൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് മാത്രമല്ല ലോയിൻ്റെ പ്രശ്നം മൂപ്പർ തന്നെ പറയുന്നുണ്ട്. ലോ എന്ന് പറയുന്നത് അതെ, അതിന് പരിഹാരം പറയുന്നതും വളരെ തമാശയാണ്. കാരണം ഒരു കാര്യം പറയാൻ എന്നിട്ട് അതിന് നേരെ വിരുദ്ധം പറയാം എന്നുള്ളതാണ് ഡിറ്റർമിനിസം എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സാം ഹാരിസിൻ്റെ ആ ഒരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഫ്രീ വിൽ എന്ന് പറയുന്ന പുസ്തകം ലോകപ്രസിദ്ധമായ പുസ്തകമാണ്. ഒരുപാട് റിച്ചാർഡ് ഡോക്കിൻസും ശരിക്കും ഡിറ്റർമിനിസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ക്ലിപ്പുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. I don't think you should feel distressed about it. I mean, I think that probably the consensus of scientists today would be, yes, everything we do is determined. No need to drag genes in, by the way. I mean, that genes are no more deterministic than anything else. I mean, just any sort of antecedent physical cause does determine what you do. But the illusion of free will is so powerful that you live your life as though you have free will. We all do.
So cheer up. അപ്പോൾ അദ്ദേഹവും ഡിറ്റർമിനിസ്റ്റാണ്. ഈ സാം ഹാരിസിൻ്റെ പോലെ അത്രയും ഇല്ലെങ്കിൽ പോലും എല്ലാം ഡിറ്റർമിൻഡ് ആണ് നിർണയവാദം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ആത്മാർത്ഥതയുള്ള ഒരു നിരീശ്വരവാദിക്ക് ഡിറ്റർമിനസത്തിനപ്പുറം ഫ്രീ വിൽ ഇല്ല എന്നുള്ളതിനപ്പുറം നിലപാടെടുക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല ഭൗതികവാദ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിൽ ഞാൻ പഠനം പറയാം, സാം ഹാരിസ് തന്നെ പറയുന്ന പഠനമുണ്ട്. ആ പഠനം വെച്ചുകൊണ്ട് ഒരു ന്യൂറോ സയൻറ്റിഫിക് പഠനം തെളിയിക്കുകയാണ് ഫ്രീ വില്ലില്ല എന്ന്. ഭൗതികമായി നോക്കുകയാണെങ്കിൽ, ശാരീരികമായി നോക്കുകയാണെങ്കിൽ മനുഷ്യന് ഫ്രീ വില്ലില്ല എന്നുള്ള പഠനം വരുന്നുണ്ട്. ആ പഠനം വെച്ച് നോക്കിയാൽ പിന്നെ എങ്ങനെയാണ് വേറൊരു അഭിപ്രായം നിരീശ്വരവാദികൾക്ക് ഉണ്ടാവുക എന്നുള്ള ചോദ്യം സാം ഹാരിസ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാം ഹാരിസ് ഈ പുസ്തകം ഫ്രീ വിൽ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഒരുപാട് നിരീശ്വരവാദികൾ, നാസ്തികർ അതിന് വാനോളം പുകഴ്ത്തിയിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തുടക്കം ഒരു സംഭവം മൂപ്പര് പറയുന്നുണ്ട്. 2007 ജൂലൈയിൽ ഒരു അതിരാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരു 2 കരിയർ കുറ്റവാളികൾ വന്നിട്ടൊരു വീട്ടിൽ കയറുന്നു. വിശദാംശങ്ങൾ നമ്മൾ പറയുന്നില്ല, അത് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കയറി പിതാവിനെ അടിച്ച് ഒരു കമ്പിയെടുത്ത് അടിച്ച് ഒരു വിതാക്കി അവിടെ കെട്ടിട്ടു. മാതാവും പിന്നെ പെൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികൾ, 2 പെൺകുട്ടികളുണ്ട്. അതിൽ ഒരാളെ നഗ്നചിത്രങ്ങൾ പകർത്തി ഫോട്ടോ എടുത്തു. പിന്നെ മറ്റൊരാളെ ബലാത്സംഗം ചെയ്ത്, പിന്നെ വേറെ കുട്ടികളുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. എന്നിട്ട് അവർ 2 കൂട്ടരും രക്ഷപ്പെട്ടു. CCTV ദൃശ്യത്തിലൂടെ അവരെ പിടിക്കുകയും ചെയ്ത്. എന്നിട്ട് സാം ഹാരിസ് പറയുന്നത് അവരുടെ പെരുമാറ്റം വെറുപ്പുളവാക്കുന്നതാണെങ്കിലും ഈ മനുഷ്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അവരുടെ ആറ്റത്തിനാറ്റം വ്യത്യാസമില്ലാതെ ഞാനായിരുന്നു അവനെങ്കിൽ, ഞാൻ തുറന്ന് സമ്മതിക്കും അയാളിൽ നിന്ന് ഒട്ടും ഞാൻ വ്യത്യസ്തമായി പ്രവർത്തിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബലാത്സംഗം ചെയ്ത ആൾക്കാരെ കൊന്ന് ഇത്ര കരിയർ ക്രിമിനലായിട്ടുള്ള ആളുകൾ അത് ചെയ്യാൻ കാരണം അവരുടെ ഉത്തരവാദിത്തമല്ല, അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിന് ധാർമ്മികമായ എന്തെങ്കിലും പ്രേരണയാലല്ല ചെയ്തത്. അവരുടെ ആറ്റം, അവരുടെ ശരീരത്തിലെ ഘടകങ്ങൾ, അവരുടെ ന്യൂറോണുകൾ ഒക്കെ എങ്ങനെയാണ്, അതുതന്നെയാണ് നമുക്കെങ്കിൽ നമ്മളും അത് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ധാർമ്മികത ഇവിടെ സംസാരിക്കുക? പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഡിബേറ്റുകൾ നടത്തുന്നത്? അതെ, മനുഷ്യൻ ധാർമ്മിക ജീവിയാണ്. എന്തിനാണ്? ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ഓട്ട് ഇംപ്ലൈസ് ക്യാൻ എന്ന് പറയുന്ന കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ അയാൾക്കത് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ നന്മ എന്ന് പറയേണ്ടത് ഓട്ട് ടു ഡു എക്സ്, ഇന്നത് ചെയ്യണം എന്നുള്ളതാണല്ലോ നന്മ. അല്ലെങ്കിൽ ഓട്ട് നോട്ട് ടു ഡു എക്സ്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തിന്മ. ഇങ്ങനെ വരുമ്പോൾ ഓട്ട് ഇംപ്ലൈസ് ക്യാൻ, അയാൾക്കത് ചെയ്യാൻ പറ്റും എന്നത് സ്ഥാപിതമാവണം. അങ്ങനെ സ്ഥാപിതമായില്ലെങ്കിൽ അയാൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അയാൾ ഓൾറെഡി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഡിറ്റർമിനിസം വാദപ്രകാരം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബിഗ് ബാങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഉള്ള കോസൽ ചെയിൻ അനുസരിച്ചാണ് ഇത് സംഭവിച്ചത്. ഇവർ ബലാത്സംഗം ചെയ്തത് ഇവരുടെ കാരണത്താലല്ല, ബിഗ് ബാങ് കാരണമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓട്ട് പറയാ? നന്മ ഏതാണ്, തിന്മ ഏതാണ്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാന്ന്. അത് നന്മയില്ല, തിന്മയില്ല, അരുതുകളില്ല, ഡൂസ് ഇല്ല, ഡോൺസ് ഇല്ല, റോങ് ഇല്ല, റൈറ്റ് ഇല്ല, എല്ലാം ഫിക്സഡായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസങ്ങൾ മാത്രം. അതെ, അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇമ്മാനുവൽ കാന്റ് പറയുന്നത്, ദ സ്റ്റോൺ ഓട്ട് നോട്ട് ടു ഫോൾ, കല്ല് ഉരുണ്ട് വീഴാൻ പാടില്ല, പാറക്കല്ല് ഉരുണ്ട് വീഴാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റാഷണലി പറയുന്നതിൻ്റെ അർത്ഥം. അതെന്തായാലും സംഭവിക്കും. പിന്നെ അത് വേണ്ട അല്ലെങ്കിൽ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂകമ്പം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല, അത് സംഭവിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അതല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളമാവാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് കണ്ടീഷനിൽ ചേരുമ്പോൾ വെള്ളമാവാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അതങ്ങനെയാണ് സംഭവിക്കുക, നമുക്കറിയാലോ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ, ഇപ്പോൾ വെള്ളം, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാവണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവരുത് എന്ന് പറയുന്നതോ ഇല്ല. ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടന്നിരിക്കും, അല്ലെങ്കിൽ കൊല്ലേണ്ടതാണെങ്കിൽ നടന്നിരിക്കും. അത് ബിഗ് ബാങ് മുതലുള്ള ആറ്റങ്ങളുടെ പ്രവർത്തനം വന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ആ കൊലപാതകം നടക്കും എന്നുള്ളതിലൊരു സംശയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കൊലപാതകം ആ വ്യക്തിക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമില്ല, അയാൾ നിഷ്കളങ്കനാണ്. ഗോവിന്ദസ്വാമിക്ക് ബലാത്സംഗം ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് രണ്ടാമത്തെ ഈ മോറൽ ഔട്ട്റേജ്. നമുക്ക് ഈ ഗോവിന്ദസ്വാമിനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗത്തിൽ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം, അവരെങ്ങനെ ചെയ്ത് മുസ്ലിങ്ങളുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ കൊല്ലണമെന്നും വംശഹത്യ ചെയ്യണമെന്നും വംശഹത്യ ചെയ്യുന്നത് നല്ലതാണെന്നും വരെ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ. അല്ല, മൂപ്പർക്ക് അങ്ങനെ പറയാതിരിക്കാനുള്ള ഓപ്ഷനും ഇല്ല, ഫ്രീ വില്ലല്ലോ. ഈ ക്രൂരനായ മുഹമ്മദ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ ക്രൂരൻ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുക?
മുഹമ്മദിൻ്റെ അതേ ആറ്റാണ് രവിചന്ദ്രനുള്ളെങ്കിൽ രവിചന്ദ്രനും അങ്ങനെ തന്നെ ആവുമെന്നാണ് രവിചന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇതാവും. അപ്പം എങ്ങനെ ക്രൂരത എന്നുള്ളത് എങ്ങനെ വരിക, കരുണ എന്നുള്ളത് എങ്ങനെ വരിക? ഇപ്പോൾ ഈ ഗാന്ധിജി അല്ലെങ്കിൽ മദർ തെരേസ അല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരാളോട് കാരുണ്യം ചെയ്തു എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അതൊരു കാരുണ്യമല്ല, അതെ. ഒരു നന്മയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മകൾ ചെയ്തു എന്ന് പറഞ്ഞത് തിന്മയല്ല. ഒരു പാറ ഉരുണ്ട് ചെന്നിട്ട് ഒരാൾക്ക് ഭക്ഷണം തട്ടിയിട്ടു എന്ന് വിചാരിച്ച് ആ പാറനെ നമ്മൾ കാരുണ്യമുള്ള പാറ എന്ന് പറയില്ല. ഇതേപോലെയാണ് ഓരോ മനുഷ്യന്മാരുടെയും പാറ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം അതായത് വരുന്നത്. ഇവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്യുന്നതല്ല, എൻ്റെ തലയിൽ ആറ്റങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് ചെയ്തു പോവേണ്ടി വരുന്നതാണ്. അപ്പം ഞാൻ ആക്ച്വലി നന്മ ചെയ്യുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു കാര്യം ഇതിലൂടെ സംഭവിച്ചെന്ന് മാത്രം. അതെനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ ഒരു പാറക്കല്ല് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാറ്റടിച്ചപ്പോൾ ഒരു മരത്തുനിന്ന് ഒരു പഴം താഴത്തേക്ക് വീഴുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ മരം ഉദ്ദേശിച്ചുകൊണ്ട്, നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം ഇട്ട് കൊടുത്തല്ല നമുക്കറിയാം. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിലോ എൻ്റെ ഒരു ഉദ്ദേശിച്ചോ ചെയ്യുന്നതല്ല ഒരാൾക്കുള്ള നന്മ. ആ നന്മ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു പോകുന്നതാണ്, ആറ്റങ്ങളുടെ പ്രതിപ്രവർത്തനം മൂലം സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ നന്മയില്ല ആക്ച്വലി, സാധാരണ സംഭവങ്ങളെ എവിടെയുള്ളൂ. തിന്മയില്ല ആക്ച്വലി, സാധാരണ സംഭവങ്ങൾ മാത്രമേ എവിടെയുള്ളൂ. നന്മകളോ തിന്മകളോ അരുതായ്മകളോ ചെയ്യണമെന്ന് പറയുന്ന റെക്കമെൻഡേഷനുകളോ ഇതിനൊന്നിനും സാധ്യതയില്ല എന്നുള്ളതാണ്. ധാർമ്മികത എന്നതിന് ഈ ഭൗതികവാദികളുടെ അടുക്കൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ. ഇനി അത് രവിചന്ദ്രൻ വിശ്വസിച്ചാണ്, അല്ലെങ്കിൽ ഡോക്കിൻസ് വിശ്വസിച്ചാണ്, അല്ലെങ്കിൽ സാം ഹാരിസ് വിശ്വസിച്ചാണ് എന്ന് പറഞ്ഞ് ഒഴിയാനും പറ്റില്ല. കാരണം സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻ ഇല്ല, ഭൗതികമായ ഉണ്മക്കപ്പുറം വേറൊന്നുമില്ല, ആത്മാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ഭൗതികത്തിനപ്പുറം പറയാനുണ്ട്. ഒരാൾ നന്മ ചെയ്യുകയാണെങ്കിൽ തിന്മ ചെയ്യുകയാണെങ്കിലും ഭൗതികമായി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത്രേ ഇവിടെ ആക്ഷൻ നടക്കുന്ന ഭൗതികമായിട്ടാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റും ആത്മാവുള്ളതുകൊണ്ട് തന്നെ. അവിടെ ഒരു അൽഹമഹ ഫുജുറഹ വതഖ്വഹ എന്നൊക്കെ പറഞ്ഞ പോലെ ആത്മാവിൻ്റെ നന്മയും തിന്മയും അവിടെ ഇടപെടുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇത് വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾക്ക് ഫ്രീ വില്ല് എന്നുള്ളതിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനൊരു തെളിവ് പറയാം. ഇപ്പോൾ സാം ഹാരിസിൻ്റെ എൻ്റെ പുസ്തകത്തിൽ ഒരു കൊടുക്കുന്നുണ്ട് ഒരു പഠനം. അതിലെന്താണെന്ന് വെച്ചാൽ 1960കളിൽ ജർമ്മൻ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഒരു പരീക്ഷണം നടത്തി. അപ്പോൾ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിരലിങ്ങനെ ഞൊടിക്കുകയാണ്. വിരൽ ഞൊടിക്കുന്ന സമയത്ത് പിന്നെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട മോട്ടോർ ഏരിയ അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പേശി ചലിപ്പിക്കണം എന്ന് വിചാരിച്ച ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പേശികളുടെ ചലനത്തിന് 550 മില്ലി സെക്കൻഡുകൾക്ക് മുമ്പ് തലച്ചോറിൽ വൈദ്യുത പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ റെഡിനെസ് പൊട്ടൻഷ്യൽ എന്നാണ്, RD എന്നാണ് അതിന് പറയാം. അപ്പോൾ നമ്മൾ ഇത് ചലിക്കണമെന്ന് തലച്ചോറിൽ സിഗ്നൽ കൊടുക്കുകയാണ്. അതായത് ഇത് ചലിക്കുന്നതിന് എത്ര 550 മില്ലി സെക്കൻഡിന് മുമ്പ് ഇത് വരുന്നുണ്ട്, സിഗ്നൽ വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്ന ഒരു ഇത്. അപ്പോൾ തലച്ചോറ് പറയുന്നു, അപ്പോൾ നമ്മൾ ചെയ്യുന്നു എന്നായിരുന്നു ധാരണ. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ബെഞ്ചമിൻ ലിബറ്റിൻ്റെ പഠനം ആണ് മെയിനായിട്ട് ഹാർഡ് ഡിറ്റർമിനിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു പഠനം. ബെഞ്ചമിൻ ലിബറ്റിൻ്റെ പഠനത്തിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ റെഡിനെസ് പൊട്ടൻഷ്യൽ വരുന്നത് അതായത് തലച്ചോറിൻ്റെ വൈദ്യുത സന്ദേശം പോകുന്നത്, അതിനെ അദ്ദേഹം ഒന്നും കൂടിയും പഠിച്ചു നോക്കുമ്പോൾ ഈ റെഡിനെസ് പൊട്ടൻഷ്യൽ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ഇൻറ്റൻഷൻ വരുന്നത് എന്ന് പഠനത്തിൽ കണ്ടെത്തി. അപ്പോൾ റെഡിനെസ് പൊട്ടൻഷ്യലാണ് ഇൻറ്റൻഷനെ പോലും ഉണ്ടാക്കുന്നത്, ഇൻറ്റൻഷൻ അല്ല റെഡിനെസ് പൊട്ടൻഷ്യൽ. അതെ. അപ്പോൾ നമ്മൾ ചലിപ്പിക്കണം, വിരൽ ഞൊടിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് തലച്ചോറ് വിരലിന് സിഗ്നൽ കൊടുക്കുന്നുണ്ട് വിരൽ ഞൊടിക്കാൻ എന്നാണ് പഠനം കിട്ടിയത്. ഈ പഠനം ഭയങ്കര വിപ്ലവാത്മകമായ ഒരു പഠനമാണ്. 300 മില്ലി സെക്കൻഡിന് മുമ്പ് നമ്മളുടെ ഇൻറ്റൻഷൻ വരുന്നുള്ളൂ. പക്ഷേ അതിന് എത്രയോ മില്ലി സെക്കൻഡ് മുമ്പ് 250 മില്ലി സെക്കൻഡ് മുമ്പ് തലച്ചോറ് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തീരുമാനിച്ചതിന് ശേഷം തലച്ചോറ് സിഗ്നൽ കൊടുത്തിട്ടാണ് ഈ ഞൊടിക്കൽ സംഭവിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നത് വെച്ചാൽ, ലിമിറ്റിൻ്റെ പഠനം പറയുന്നത് വെച്ചാൽ, ഈ ഞൊടിക്കുന്നതിന് 300 മില്ലി സെക്കൻഡ് മുമ്പാണ് ഉദ്ദേശം വരുന്നുള്ളൂ. അതിന് മുമ്പേ തലച്ചോറിൻ്റെ സിഗ്നൽ വരുന്നുണ്ട്. തലച്ചോറിൻ്റെ സിഗ്നൽ വന്നിട്ടാണ് ഇൻറ്റൻഷൻ വരുന്നത്, എന്നിട്ടാണ് വിരൽ ഞൊടിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ആക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂറോ സയൻസ് ഇങ്ങനെ പറഞ്ഞിരിക്കേ മനുഷ്യൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഇൻറ്റൻഷൻ വരുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞിരിക്കേ, എങ്ങനെയാണ് ഫ്രീ വില്ല് ഇവർ വിശ്വസിക്കുക? അതായത് ഭൗതിക ശാസ്ത്രത്തെയോ ഒരു സയൻറ്റിസം
ശാസ്ത്രമാത്രവാദം പറയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഫ്രീ വില്ലില്ല എന്ന് പറയുന്നതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല. സയൻസ് സേസ് ദിസ്, സയൻസ് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ സാം ഹാരിസിൻ്റെ വ്യൂ എടുക്കുന്നില്ല, രവീന്ദ്രൻ്റെ വ്യൂ എടുക്കുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിരിക്കുക, നിങ്ങൾ എല്ലാ വിഷയങ്ങളും പറയുന്നത് പോലെ ഇഗ്നോറൻ്റ് ആയിട്ട് ഇരിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ ചോദിക്കണം മതവിശ്വാസികൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളത്. മതവിശ്വാസികൾ വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ സയൻസിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ അംഗീകരിക്കുന്നതിൻ്റെ ഒപ്പം, തള്ളല്ല, അതിനെ അംഗീകരിക്കുന്നതിൻ്റെ ഒപ്പം വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. മനസ്സിലാക്കുന്ന എന്താണ് ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ അത് സെൽഫ് എവിഡൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അല്ലെങ്കിൽ സംശയിക്കേണ്ടതില്ലാത്ത വിധം നമുക്കുള്ളൊരു ബോധ്യമാണ് നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള പവർ എനിക്കുണ്ട്. ഒരു കാര്യത്തിലേക്ക് പോകണം വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള പവർ എനിക്കുണ്ട്. പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനമാണ്, പോകുന്നില്ലെങ്കിൽ അതും എൻ്റെ തീരുമാനമാണ്. ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം കൊണ്ടാണ് ഉപദ്രവിച്ചത്. നമുക്കറിയുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ലോകം ഉള്ളതാണെന്നും ഇന്നലെ സംഭവിച്ചിരുന്നെന്നും നാളെ സംഭവിക്കാൻ പോകുന്നതാണെന്നും ഇതൊക്കെ അറിയുന്നത് പോലെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ നമുക്ക് സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾക്കൊന്നൊരു ഫ്രീ വില്ല് കാണാനും കഴിയില്ല, ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഫ്രീ വിൽ ഉണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യേച്ഛ ഉണ്ട് നമുക്കൊരു ബോധ്യമുണ്ട്, അഥവാ അതന്നെയാണ് നമുക്ക് മൊത്തത്തിൽ റിയാലിറ്റിയിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെന്താണ് മതവിശ്വാസികളുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ? അതിനവിടെ ഒരു സോൾ ഉണ്ട്, ഒരു റൂഹുണ്ട്. ഭൗതികമായിട്ട് ഇത്തരത്തിൽ ഡിറ്റർമിനിസ്റ്റിക് അല്ലാതെ സംഭവിക്കാൻ ഒരു തരമല്ല. ഭൗതിക ലോകത്തെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആറ്റങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ മാത്രമേ ആറ്റങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ, എന്നാൽ പ്രവർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ഇത് കോൺഷ്യസ് ആണ്, ചോയ്സ് ഉണ്ട്, ചോയ്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഭൗതികത മാത്രം ഒളിച്ചെങ്കിൽ അത് സംഭവിക്കില്ല. ഭൗതിക ലോകം മാത്രം ഒളിച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷനേ പറ്റില്ല. കാരണം ഭൗതിക ലോകം മാത്രം ഒളിച്ചെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിക്കേണ്ട സാധനമല്ല. ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുന്നത് പോലെ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് വെള്ളമാകുന്നത് പോലെ, നേരത്തെ പറഞ്ഞ ഭൗതിക പ്രകൃതി പ്രതിഭാസങ്ങളെപ്പോലെ ഫിക്സഡായിട്ട് സംഭവിക്കാൻ പാടുള്ളൂ. ഫിക്സഡായിട്ടല്ല സംഭവിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ഭൗതികമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രമല്ല അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അവിടെ മതം പറയുന്ന റൂഹ് എന്ന് പറയുന്ന, സോൾ എന്ന് പറയുന്ന അഭൗതികമായിട്ടുള്ള നമ്മളിലുള്ള നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്ന ഒരു സാന്നിധ്യം, ആ സാന്നിധ്യം ഉണ്ട് എന്ന ബോധ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു എക്സ്ട്രാ എവിഡൻസ് ആയിട്ടാണ് ഈ കാര്യം വർക്ക് ചെയ്യുന്നത്. അവിടെ അഭൗതികതയെ കൂടെ പരിഗണിക്കുന്ന ഈ മെറ്റാഫിസിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രസൻസിനെ കൂടെ, നമ്മളുള്ളിൽ ഉണ്ട് എന്നൊരു പ്രസൻസിനെ കൂടെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പറയാം, ഓക്കെ ഫ്രീ വില്ലുണ്ട്, സ്വാതന്ത്ര്യേച്ഛയുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ മെറ്റാഫിസിക്കലാണ്, അല്ലെങ്കിൽ അഭൗതികമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനുള്ളത്, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനുള്ളത്, സോളാണ്, ആത്മാവാണെന്ന് പറയാം. അയാൾക്കത് മനസ്സിലാക്കാം. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഞാനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, ഞാനാണ് തീരുമാനം എടുക്കുന്നത് എന്ന വിഷയം നമുക്ക് ഉറപ്പാക്കാം, ബോധ്യപ്പെടാം. ഒരു നിരീശ്വരവാദിക്ക് എങ്ങനെ പറ്റുക? നിരീശ്വരവാദിക്ക് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നിരീശ്വരവാദിക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? അഭൗതികമായ ഒന്നുമില്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നുണ്ട്, ഞാൻ സ്വതന്ത്രമായി തീരുമാനിക്കുന്നുണ്ട്, എനിക്ക് സ്വതന്ത്രമായ എച്ചുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ ആചാര്യന്മാർ ഇങ്ങനെ പറയുന്ന 1, 2 സ്റ്റഡീസും ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഖദാ ഖദർ, വിധിവിശ്വാസം. അത് ഭയങ്കര വിയേർഡ് അബ്സേർഡ് വിശ്വാസമാണ് എന്നൊക്കെ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കട്ടെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്തൊരു പാമരനാണ് അങ്ങനെ കളിയാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീ സോക്രട്ടിക് എറ എന്ന് പറയുന്ന, സോക്രട്ടീസിന് മുമ്പ് തന്നെ ഡിറ്റർമിനിസം ഉണ്ട്, അതായത് എല്ലാം നിർണിതമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും മതവുമായി ബന്ധമില്ല. പിന്നെ ഫ്രീ വില്ലുണ്ട് എന്ന് പറയുന്ന ലിബർട്ടറേനിയസം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതായത് അതുപോലെ തന്നെ കോമ്പറ്റബിലിസം എന്ന് പറയുന്ന, ഇത് രണ്ടും ഉണ്ട്. ഫ്രീ വില്ലും ഉണ്ട്, അതേസമയം ഡിറ്റർമിനിസ്റ്റും ആണ് എന്ന് പറയുന്ന ഈ 3 വാദങ്ങളും ഉണ്ട്. അതിലേറ്റവും ഭദ്രമായൊരു വാദം കോമ്പറ്റബിലിസം എന്ന് പറയുന്ന ധാർമ്മികതയെ ഉറപ്പിക്കുകയും ചെയ്യാം, അതേസമയം വിധിയാലാണ് എല്ലാം നടക്കുന്നത്. ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വിധിവിശ്വാസം വരുന്നത്. അതിനെ ഈ കോമ്പറ്റബിലിസത്തെ കളിയാക്കുകയും, എങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുക, എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ നിങ്ങൾ കുറച്ചെല്ലാം അറിയാലോ, ഇതൊക്കെ അള്ളാന്റെ വിദ്യയല്ലേ എന്ന് ചോദിക്കുക. അതിനൊക്കെ നമ്മൾ ആൻസർ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളത് കൊടുക്കുന്ന സാധനമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശദീകരിച്ചതാണ്, അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു പുച്ഛം, അതെന്തോ ഒരു മോശം ബിലീഫാണ് എന്നൊരു വ്യൂ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ഈ കോമ്പറ്റബിലിസത്തെ, മതപരമായ കോമ്പറ്റബിലിസത്തെ വിമർശിക്കുന്ന ആള് ഹാർഡ് ഡിറ്റർമിനിസ്റ്റ് ആണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം പാറ ഉരുളുന്ന പോലെയാണ് എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ചോദ്യം ചോദിക്കുക എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ രവിചന്ദ്രനൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവിധിക്കെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ട് സംവാദത്തിൽ. ദൈവവിധി ഇങ്ങനെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം? അത് ദൈവം വിധിച്ചത് ശരിയല്ല, ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ അതിന് നേരെ വിരുദ്ധമായിട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഇത് തിരുത്തല്ലേ, അപ്പോൾ ദൈവം വിധിച്ച പോലെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ടിരുന്നാൽ പോരെ എന്നാണ് രവിചന്ദ്രൻ ചോദിക്കുന്നത്. ഇയാളുടെ ഹാർഡ് ഡിറ്റർമിനിസം ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കാണ്.
യഥാർത്ഥത്തിൽ ഇസ്ലാം ഹാർഡ് ഡിറ്റർമിനിസത്തെ അല്ല പറയുന്നത്. നേരെ മറിച്ച് ഞാനവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിലും അത് ഞാൻ ചൂസ് ചെയ്യണതും പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഞാൻ ചൂസ് ചെയ്യുന്നതും രണ്ടും ദൈവവിധിയാണ്. അതിലൊന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു, അതോടുകൂടി ദൈവം എന്നെ സ്വർഗത്തിലാക്കുന്നു. മറ്റേത് ചൂസ് ചെയ്യുമ്പോൾ ദൈവം എന്നെ നരകത്തിലാക്കുന്നു. ഇത് രണ്ടും വിധിച്ചത് ദൈവം തന്നെയാണ്, ചൂസ് ചെയ്തത് നമ്മളാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റബിലിസത്തെ എങ്ങനെയാണ് ഹാർഡ് ഡിറ്റർമിനിസങ്ങൾക്ക് എങ്ങനെയാണ് റിഡിക്യൂൾ ചെയ്യാൻ പറ്റുക? കാരണം അത്രയും വലിയ അബദ്ധം, ധാർമ്മികത ഇല്ലാത്ത, പിന്നെ ലീഗൽ സിസ്റ്റത്തിന് അർത്ഥമില്ലാത്ത, മോറൽ ഔട്ട്റേജിന്, പിന്നെ ധാർമ്മിക രോഷത്തിന് അർത്ഥമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിലെ കലാ ഖദർ വിധിവിശ്വാസത്തെ എതിർക്കുക എന്നുള്ള ഒരു മണ്ടത്തരം യഥാർത്ഥത്തിൽ ആ ചോദ്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവർക്ക് ട്രൂത്ത് റിലയബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഫ്രീ വില്ലിൽ ഒന്ന് നിരീശ്വരവാദികളാണെങ്കിൽ അവർ മെറ്റീരിയലിസ്റ്റ് ഭൗതികവാദികളാണ്. ഭൗതികവാദികളാണെങ്കിൽ അവർക്ക് ഫ്രീ വില്ല് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫ്രീ വില്ലില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പോലും സത്യമാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്ന നിരീശ്വരവാദം പോലും സത്യമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തുന്നു. അങ്ങനൊരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ അത് ഭയങ്കര അവസ്ഥയാണ്. ഒന്നവർക്ക് ധാർമ്മികത പറയാൻ പറ്റില്ല, നിയമ സംവിധാനങ്ങൾക്കൊരു ഒരു സാധുത കൊടുക്കാൻ പറ്റില്ല, ശിക്ഷകൾക്കോ അല്ലെങ്കിൽ രക്ഷകൾക്കോ ഒന്നും ഒരു നിലക്കുള്ള വാല്യൂ ഇല്ല, ഒരാൾ ചെയ്യുന്നത് ശരി തെറ്റുകളില്ല എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ അവർ പറയുന്ന കാര്യം ശരിയാണെന്നുള്ളവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ വെരിഫൈ ചെയ്ത് എൻ്റെ ബോധ്യത്തിലാണെങ്കിൽ ആ ബോധ്യത്തിൽ ഞാൻ പറയുന്നതിന് അവിടെ ഒരു വാലിഡിറ്റി ഉണ്ട്. കാരണം അത് ശരിയായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ശരിയായി തോന്നുന്നത് ശരിയായതുകൊണ്ടാണ്. എന്നാൽ ഈ ഡിറ്റർമിനിസ്റ്റുകളെ സംബന്ധിച്ച് ഞാൻ ആ കാര്യം ശരിയായതുകൊണ്ട് പറയല്ല, ഇങ്ങനെയൊക്കെ എൻ്റെ ആറ്റങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്കത് ശരിയായി അനുഭവപ്പെട്ടു, അതുകൊണ്ട് എനിക്കത് അങ്ങനെ ശരിയാക്കി അവതരിപ്പിക്കല്ലാതെ വേറെ വകുപ്പുണ്ടായിരുന്നില്ല. കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് ശരിയായിട്ട് അനുഭവപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി, നിങ്ങൾക്കത് അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വകുപ്പുണ്ടായിരുന്നില്ല. അഥവാ എൻ്റെയും നിങ്ങളുടെയും ആറ്റം അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ ശരിയാണെന്നത് പറഞ്ഞു, നിങ്ങൾ ശരിയായിട്ട് സ്വീകരിച്ചു. അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളത് വെരിഫൈ ചെയ്യുന്നതല്ല. നിങ്ങളെന്തെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണുള്ളത് അങ്ങനെയായിട്ട് നിങ്ങൾ കാണുകയല്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്യല്ല. മറിച്ച് നിങ്ങളെ ആറ്റങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങളങ്ങനെ ഒബ്സർവ് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെരിഫൈ ചെയ്തു. അഥവാ സംഭവിക്കുന്നതിനൊന്നും ഒരു റിലയബിലിറ്റി ഇല്ലാത്ത, സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്രെയിനിലെ ആറ്റം പ്രവർത്തനങ്ങളുടെ സബ്ജക്റ്റീവായ പ്രവർത്തനങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഒരു സത്യവും നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ആളുകളിലേക്ക് നമ്മൾ പോകും. നിരീശ്വരവാദികൾ അവരുടെ പേരിൽ പറയുന്ന ഒരു വാദം പോലും അവർക്ക് പറയാൻ പറ്റില്ല. യുക്തിവാദം, എന്ത് യുക്തി അവിടെ ഉള്ളത്? യുക്തിയില്ല, ആറ്റങ്ങളുടെ പ്രവർത്തനം മാത്രമേ. അവർ യുക്തിവാദികളാണ്. ചിന്ത എന്നുള്ളത് മാറ്റണം. അതെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സാധനം യുക്തിവാദം പറ്റില്ല, മാത്രമല്ല ഫ്രീ തിങ്ക് എന്നുള്ളത് അടുപ്പിക്കാൻ പോലും പറ്റില്ല. കാരണം ഫ്രീ തിങ്കിങ് ഇല്ല, നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളെങ്ങനെ ചിന്തിക്കണം, ഞങ്ങളെങ്ങനെ ചിന്തിക്കണം എന്ന് നിർണയിക്കപ്പെട്ടു. സംവാദമൊന്നും വേണ്ട. നമ്മൾ ഫ്രീ തിങ്കിങ്ങിലൂടെ എല്ലാം മതവിശ്വാസികളായത്, നിങ്ങളും ഫ്രീ തിങ്കിങ്ങിലൂടെ എല്ലാം നിരീശ്വരവാദികളായത്. നിങ്ങൾ അങ്ങനെ ആവാൻ പാടുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ബിഗ് ബാങ് മുതൽ ആ ആറ്റങ്ങളുടെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളോട് പറയുന്നേ, ഞങ്ങൾ ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ബിഗ് ബാങ് മുതലുള്ള ആറ്റങ്ങളുടെ പ്രവർത്തനം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ആവണം എന്നുള്ളതാണ്, നിങ്ങൾ അങ്ങനെ ആവണം എന്നുള്ളതാണ്. ഫ്രീ തിങ്കിങ് പറ്റില്ല, യുക്തിവാദം എന്നുള്ളത് പറ്റില്ല. അഥവാ നിങ്ങൾ മോഡിക്കായിട്ട് കൊണ്ടു നടക്കുന്ന പേരുകൾ പോലും നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ പറ്റില്ല. നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ എന്നുള്ള പേരിനപ്പുറം മറ്റൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരീശ്വരവാദത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മൾ പലതരത്തിലുള്ള വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. നിരീശ്വരവാദികൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വൈരുദ്ധ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട്, അവർ എവല്യൂഷനെ പൊക്കി കിടന്നാൽ എവല്യൂഷൻ അവർക്ക് വൈരുദ്ധ്യമായിട്ടുണ്ടാവും. അഥവാ നാച്ചുറൽ സെലക്ഷൻ അവരെ തന്നെ ഡിബങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്വതന്ത്രചിന്ത അവർ കൊണ്ടുവരുന്നു, സ്വതന്ത്രചിന്ത അവർക്ക് തിരിച്ചു വെക്കുന്നു. അഥവാ ഒരു നിലക്കും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരാശയമാണ് ദൈവമില്ല അല്ലെങ്കിൽ ഭൗതിക ലോകം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന ആശയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.